നമസ്കാരം. വയനാടിന് ഫണ്ട് തരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിക്കുന്നതും മലയാളികൾ ആണെന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഫണ്ട് കേരളത്തിന് തരാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞു കൂട്ടിയത്. യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകൾ അടിച്ചിറക്കുമ്പോൾ കേരളത്തിന് തന്നെയാണ് അതിന്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. പുനരധിവാസത്തിന് കേരള സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നതിന് ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രചാരണം ഏറ്റുപിടിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയും ചെയ്തത്. കേരള സർക്കാർ സ്വീകരിച്ച പല നടപടികളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഉദാഹരണത്തിന് ടൗൺഷിപ്പ് പണിത് പുനരധിവസിപ്പിക്കുന്നതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 800-ൽ പരം കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ വീതം വാടക നൽകുന്നതിനാണ് തീരുമാനമായത്. ഇതിന് ഏതാണ്ട് 50 ലക്ഷം രൂപ വീതം പ്രതിമാസം ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. മറ്റൊന്ന്, ദുരന്ത ഭൂമിയിൽ താമസിച്ചിരുന്നവരുടെ ഉപജീവന മാർഗങ്ങൾ ഇല്ലാണ്ടായി. ഓരോ കുടുംബത്തിലും 2 പേർക്ക് വീതം തൊഴിലുറപ്പ് കൂലി സർക്കാർ ഉപജീവന സഹായമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അറിയേണ്ടത് എത്ര രൂപ ചെലവാക്കിയെന്നാണ്. ഇതെല്ലാം പറയുമ്പോഴും വയനാട് പുനരധിവാസം നിർമ്മാണ പ്രവർത്തനം വൈകിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് സർക്കാർ വിരോധികളായ ചില മാധ്യമങ്ങൾ പടച്ചുവിടുന്നത്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ കോടതി അങ്ങനെ ഒന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഒരു താമസവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജനും ചൂണ്ടിക്കാട്ടി. ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് എത്തിയത് പലതായി പിരിഞ്ഞവരെ ഒരുമിപ്പിക്കാനാണെന്നും മന്ത്രി പറഞ്ഞു. ടൗൺഷിപ്പിന് ആവശ്യമായ 25 എസ്റ്റേറ്റുകൾ സെപ്റ്റംബറിൽ തന്നെ സർക്കാർ കണ്ടെത്തിയിരുന്നു. ദുരന്ത സാധ്യതയില്ലാത്ത ഭൂമി കണ്ടെത്താനാണ് നടപടി സ്വീകരിച്ചത്. അങ്ങനെയുള്ള 9 സുരക്ഷിത എസ്റ്റേറ്റുകൾ കണ്ടെത്തി. മേപ്പാടിക്ക് അടുത്ത് തന്നെ സ്ഥലം വേണമെന്നായിരുന്നു ആവശ്യം. ജോൺ മത്തായി കമ്മിറ്റിയാണ് ഇത് കണ്ടെത്തിയത്. ഒക്ടോബർ 4-ന് തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. ആ സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചത്. ബലം പ്രയോഗിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല എന്നും കാലതാമസമില്ലാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികളാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഇതിനാണ് കോടതി അനുമതി നൽകിയത്. അർഹമായ തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. സർക്കാർ എടുത്ത സമയം ഒട്ടും വൈകിയതല്ല എന്നാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. സ്പോൺസർമാരുമായി അടുത്ത വർഷം ആദ്യ ആഴ്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പുനരധിവസിപ്പിക്കേണ്ടവരുടെ തെളിമയാർന്ന പട്ടിക ഉടൻ പുറത്തുവിടുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിന് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വാദങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വെള്ളപൂശാനുള്ള പുറപ്പാടുകളാണ്. അത് തിരിച്ചറിഞ്ഞു നിൽക്കുമ്പോഴാണ് നാം മലയാളികൾ നാടിനു വേണ്ടി ഒറ്റക്കെട്ടാണെന്ന് പറയാൻ പോലും കഴിയൂ.